वर्तते उत्तिष्ठ नरशार्दूल कर्तव्यं दैवमान्निकं मुख्यं मङ्गलं कुरु मातः समस्तजगताम् मधुकैटभारे वक्षो विहारिणि मनोहर दिव्यमूर्ते श्रीस्वामिनि ഇറാൻ വെടിനിർത്തി. ഒരു ഇറാനും ഇറാഖും ഒറ്റ പത്രം വായിക്കാൻ കൊള്ളില്ല, മുഴുവൻ വെടിയാ. ഇന്ന് മുതൽ പത്രം വായിക്കാനും സമ്മതിക്കില്ല, കിഴവൻ കുണ്ടാണ്. പേപ്പർ ചെന്നേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് പൂരമാ. 3 പടമാണ് റിലീസ്. 2 മൾട്ടിവിറ്റാമിൻ, അതായത് നസീർ മധു, 1 ബെറ്റന്റെ സ്കോപ്പ്, പിന്നെ ജെയിംസ് ബോണ്ട്, ഗ്ലോറി. അയ്യോ കാണിക്കാതെ. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ലാത്തിചാർജ് ചെയ്യേണ്ടി വന്നു. അവിടെ തന്നെ ഷൂട്ടിംഗ് ഉണ്ടായിരിക്കും. നസീറും ലക്ഷ്മിയൊക്കെ വന്നാണ്, അതാ ലാത്തിചാർജ്. ഒന്ന് മിണ്ടാതിരുടെ അമ്പിളിക്കുട്ട. വർഗീയ സംഘടനത്തിൽ 4 ആൾക്ക് പരിക്കേറ്റു. ഏക്കും യവന്മാര് തമ്മിലടിച്ച് ചാകും, അല്ലെങ്കിൽ രാജ്യം ആണുങ്ങൾ ഭരിക്കണം. ഈ നാട് ഭരിക്കാൻ എന്തുകൊണ്ടും യോഗ്യത പാവങ്ങളുടെ രോമാഞ്ചങ്ങളായ സിനിമാ താരങ്ങൾക്കാണ്. ഏറെ താമസിയാതെ ഈ സൂപ്പർ സ്റ്റാർ അമ്പിളിക്കുട്ടനും ഒരു മന്ത്രിയാകും. സൂപ്പർ സ്റ്റാറോ? നിനക്ക് ആരെന്ത് വേഷം തരാനാ കുറഞ്ഞ? നിങ്ങൾ ഈ പറഞ്ഞ് പിൻവലിക്കണം. ഞാൻ നിങ്ങളുടെ വെറും ഒരു വേലക്കാരനായി പോയെന്ന് വെച്ച് എനിക്കായ സ്വാതന്ത്ര്യം ഇല്ലെന്നാണോ? പിൻവലിക്കണോ ഇല്ലയോ? ഇല്ല, നിങ്ങൾ വെള്ളം അടിക്കാൻ ഞാൻ അടുക്കളയിൽ 1000 കൂട്ടം ജോലി കിടക്കുന്നുണ്ട്. നിങ്ങൾ ഈ തള്ളയെ ഡൈവേഴ്സ് ചെയ്യണം കേട്ടാ. ഡൈവേഴ്സ് ചെയ്യും? അതെ. ഈ തള്ള അതിന് ശേഷം നിങ്ങൾക്ക് മേൽഗതി ഉണ്ടായിട്ടുണ്ടോ? അവൻ പറഞ്ഞത് ശരിയാണല്ലോ. വേഗം സമയം പോയി. ആ കഥ നടത്തണം. കാലത്ത് കഴിച്ചത് മുഴുവൻ ദഹിച്ചു. അത് ആരോഗ്യം വേണമെന്ന് പറയുന്നത്. ആരോഗ്യമില്ലാത്ത എനിക്കല്ല, വണ്ടിക്കാ. പതിവുള്ള വഴക്ക് ആരംഭിച്ചു. ആ റീത്തയുടെ കാര്യം കഷ്ടമാണ്. അതൊക്കെ ഓരോരുത്തരുടെ വിധിയാക്കുന്നു. ആ വിൻസെന്റ് ഒരു കണ്ണിച്ചോരില്ലാത്തവനാ. അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നേരം നടത്തിയോടനെ കുടിച്ചു തുടങ്ങിയത് തെറ്റാണെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. എന്നെ ശരിയും തെറ്റുപഠിപ്പിക്കാൻ നിനക്കെന്താ അർഹത? അർഹത സ്ഥാപിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. അതിന് കഴിയാതെ പോയതാണല്ലോ എന്റെ ദുഃഖം. ഓഹോ, നിനക്ക് ദുഃഖമുണ്ടല്ലേ? ഇതാണ് സന്തുഷ്ട കുടുംബം എന്ന് പറയുന്നത്. ഭാര്യയും കിളി പോലെ 2 മക്കൾ. ആഹാ, നിങ്ങൾ എന്നെ നോക്കിയിട്ട് കാര്യമില്ല. ഇതിനൊക്കെയാണ് തലയിൽ എഴുതണമെന്ന് പറയുന്നത്. ഇനിയിപ്പോ വയസ്സാം കാലത്ത് സഹിച്ചോ? മക്കളെ കളിക്കുന്നിട നിങ്ങൾ മറിഞ്ഞു വീഴില്ല.
ഞാൻ പോട്ടെ. ഞാൻ തന്നെ മോഹൻ. നിഴൽ പോലെ നിന്നെ ഇങ്ങനെ ചുറ്റി നടക്കുന്നത് എന്തിനാണെന്ന് അറിയാലോ. മോഹൻ ഇന്നുവരെ ആഗ്രഹിച്ചൊന്നും നേടാൻ പോയിട്ടില്ല. ഇപ്പൊ പൊയ്ക്കോ. ഓടിപ്പോയവരാരാണ്? ഇവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോയവരാരാണെന്നാണ് ചോദിച്ചത്. ഇവിടെ ആരുമില്ലായിരുന്നു. എന്നെ കാത്തു പോരുത്. ഞാനും ഒരു ഭാര്യയാണ്. വിവാഹശേഷം ഒരിക്കൽ പോലും എന്നോടത്ത് ശയിച്ചിട്ടില്ലാത്ത ഭർത്താവിന്റെ ഭാര്യ. സ്നേഹത്തോടെ ഒരു വാക്ക് പോലും ഭർത്താവിൽ നിന്ന് കേട്ടിട്ടില്ലാത്ത ഭാര്യ. സ്നേഹവും കിടപ്പും ഒക്കെ അതിനൊക്കെ നടത്തുകയല്ലേ നീ? വിൻസെന്റ്, വിവാഹത്തിന് മുമ്പേ ഗർഭാലസിപ്പിച്ച നിന്നെ ഞാൻ സ്നേഹിക്കണം. നിന്റെ കൂടെ ഞാൻ കിടക്കണം. നീ നിന്റെ തന്തയും കൂടെ എന്നെ വഞ്ചിക്കായിരുന്നില്ലേ? ആരാരെയാണ് വഞ്ചിച്ചതെന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കൂ. വിവാഹത്തിന് മുൻപ് ഞാൻ പിഴച്ചവളാണ്, ഗർഭാലസിപ്പിച്ചവളാണ്. അതിന്റെ വില വാങ്ങിയല്ലേ മൂത്ത് നിറച്ച് മൂക്കിൽ പല്ലുവന്ന് നിന്നിരുന്ന് നിങ്ങളുടെ 2 സഹോദരിമാരെ കെട്ടിച്ചയച്ചത്. അല്ലെങ്കിൽ ഗർഭാലസിപ്പിക്കാൻ പോലും നിവൃത്തിയില്ലാതെ അവർ നിങ്ങളുടെ വീട്ടിൽ തെറ്റുകൂട്ടുമായിരുന്നു. ഇന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബം അന്തസ്സോടെ കഴിയുന്നത് ഞാൻ ഗർഭാലസിപ്പിച്ചവളായതുകൊണ്ടാണ്. പണം കണ്ടപ്പോൾ അതിന് മീത് ആർത്തിയോടെ കമിഴ്ന്നു വീണ നിങ്ങൾ ഇന്ന് എന്റെ ചാരിത്രത്തിൽ പട്ടിയെ പോലെ കാണുന്നു. ഇനി നിന്നെ എന്റെ കയ്യിൽ കിട്ടുന്ന ദിവസം നിന്റെ അവസാനമായിരിക്കും. എടി തങ്കമ്മേ, നീ ഇതുവരെ ആട്ടി കഴിഞ്ഞില്ലേ? ബാക്കി ജോലികൾ ഒതുക്കി വെച്ചിട്ട്. ഓ, നിനക്കിവിടെ ഭയങ്കര ജോലിയല്ലേ? ഞാൻ അന്നേ പറഞ്ഞ ചുട്ടിത്തലയിലോട് എനിക്കിവിടെ വേലക്കാരി വേണ്ടെന്ന്. നോക്കിയിരിക്കാൻ നീ അങ്ങ് കഴിവാറടി. 3 നേരം മൂക്കുമുട്ട തിന്ന് ചെനച്ചിരിക്കുന്ന കണ്ടില്ലേ അമ്മളിക്കുട്ട? ഒരു പന്ന കിളവി ചാവുകയില്ല, കട്ടിൽ ഒഴിയുകയില്ല, അഴുക്ക കിളവി. എന്താ അമ്മച്ചി? എടാ, നീ അവിടെ എന്ത് ചെയ്യാറുണ്ടോ? ഞാൻ ഈ പുറം പറക്ക്, ഈ ചപ്പ് ചിപ്പ് പറക്കുക. ഞാനൊന്ന് പറഞ്ഞേക്കാം, മര്യാദക്ക് ജോലി ചെയ്യാനാവെങ്കിൽ ഇവിടെ നിന്നാ മതി. അല്ല, എന്റെ ഒരു തലവിധിയെ, മോളില്ലാഞ്ഞിട്ടാണോ മരുമോളില്ലാഞ്ഞിട്ടാണോ? കിളവി ചാവാതെ അവര് പടിയവട്ടത്തില്ല. നീ എന്താ പറയാ എന്ന് പറഞ്ഞിട്ടല്ലേ മരുമോൾ ഇവിടുന്ന് പോയത്? അവള് പോട്ടടാ. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അറുവാണിക്ക് ഈ പടി കയറ്റില്ല. വല്യമ്മച്ചി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ, പാവ ചേച്ചി വീട്ടിൽ കിടന്ന് ജാവത്തേ ഉള്ളൂ. എന്താ പറഞ്ഞത്? അല്ലമ്മച്ചി, അമ്മച്ചി ജീവനോട് ഇരിപ്പില്ലേ, അതുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങോട്ട് വരാത്തെ. രാവിലെ എന്താ ഇവിടെ കിടന്നൊരു ബഹളം? ഈ യന്ത്രം കാരണം എനിക്കിവിടെ ജീവിക്കണ്ട. വെറുതെ നീ എന്റെ കൈ മേടിക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ അമ്മയും മോനും കൂടെ ഐറ്റം തന്നെയാണല്ലേ?
രാവിലെ വെറും വയറ്റി എന്നെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞാണെങ്കിൽ എന്ത് ചെയ്യൂടാ? വൈകിട്ട് സ്മോൾ അടിക്കുന്ന കാര്യം ഞാൻ അമ്മച്ചോട് പറയും. നിങ്ങൾ ദയവായി എന്നെ ശല്യം ചെയ്യരുത്. ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ്. അത് കള. കഴുത്തിൽ താലിയണിഞ്ഞ് പരപുരുഷന്മാരുമായി ശയിക്കുന്ന എത്രയോ ശീലാവധികൾ എനിക്കറിയാം. നിന്റെ കഴുത്തിലുള്ള ഇതിനൊക്കെ അതിൽ തൂങ്ങുന്ന പവന്റെ വില പോലും ഇല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരക്കാരിയല്ല ഞാൻ. 2 കുട്ടികളുടെ അമ്മയാണ്. അതുകൊണ്ട് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. വിശ്വസ്തയായ ഭാര്യ, അമ്മയുമായി. അതൊക്കെ വീട്ടിൽ. എനിക്ക് വേണ്ടി ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. അനാവശ്യം പറയരുത്. സിന്ധു, ഈ മോഹനെ നിനക്ക് അറിഞ്ഞുകൂടാ. ആഗ്രഹിച്ചൊന്നും തന്നെ നടക്കായിരുന്നു. സംഗതി വഷളാക്കരുത്. മോശം നിനക്ക, ഞാൻ പറഞ്ഞേക്കാം. മമ്മി വരും മോനെ. നല്ല ആളാ. നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറ്റം എന്റെ കളിക്കായോ? നീ എന്താ കാത്തുവെക്കാരുന്നത്? എവിടൊക്കെ അന്വേഷിച്ചറിയാമോ? ചോദിച്ചു കേട്ടില്ലേ എന്താ കാത്തുവെക്കാഞ്ഞെന്ന്? അവിടെ നിൽക്കാൻ സമ്മതിക്കാഞ്ഞിട്ട്. ആര്? ഒരു തെമ്മാടി. അവന് ഞാൻ അച്ഛയാവണമെന്ന. ആരാണവൻ? നീ എന്നെ അറിയോ? അറിയാം. നമ്മുടെ പുതിയ ലെക്ചറർ കൊള്ളാല്ലേ? നീ ലെക്ചറിൽ നോക്കിയിരുന്നു പഠിക്കുന്നു. അതാണ് കുമാരി മിനുവിനെ പോക്കുണ്ടോ? ഓ, അവളുടെ നോട്ടം കണ്ട നമ്മളെ കണ്ട് കടിച്ചു പറിച്ച് എടുത്ത പോലെയാ. നിനക്കൊന്നും അമ്മയും തൊന്നമാരും ഇല്ലേടാ? അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവരോടൊന്നും ഇത്തരത്തിൽ പെരുമാറിക്കൂടാ. സാമൂഹ്യ വിരുദ്ധമല്ലേ? അതുകൊണ്ടാണ് വല്ലവന്റെയും പെങ്ങന്മാരെ പ്രകടിക്കുന്നത്. എടി, അന്ന് മുതൽ അയാൾ എന്നെ നിരന്തരം ശല്യം ചെയ്യാണ്. അത്രയ്ക്കായോ അവന്റെ തെമ്മാടത്തരം? നീ എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങളെ ഒരു വഴക്കിന് വിടരുതെന്ന് കരുതി അയാളെ പിന്തുണപ്പിക്കാൻ ശ്രമിച്ചായിരുന്നു. ഇതുവരെ ഇനി വയ്യ. സാരമില്ല, നാളെ ഞാനും നിന്റെ കൂടെ വരാം. എന്തായി? തീരുമാനത്തിന് വല്ല മാറ്റമുണ്ടോ? ഓ, അവനെ കാര്യമാക്കണ്ട. കണ്ടിട്ട് മാന്യനും വിദ്യാഭ്യാസമുള്ളവനാണെന്ന് തോന്നുന്നു. നിന്നെ രക്ഷിക്കാനും കോടതി സാക്ഷി പറയാനൊന്നും അവന് കിട്ടില്ല. ഞാൻ അവസാനമായി യാചിക്കുന്നു, നിങ്ങൾ എന്നെ ശല്യം ചെയ്യരുത്. ഓ, അപ്പൊ നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. എന്താ തനിക്ക് വേണോ? എന്റെ കാര്യം കഴിയട്ടെ. എടാ പട്ടി, അയാളോട് വഴക്കിടാൻ പോകണ്ടായിരുന്നു. പിന്നെ നിന്നെ അവന് വിട്ടുകൊടുത്ത് ഞാൻ കാവൽ നിൽക്കണം. അവനൊക്കെ ദുഷ്ടന്മാരാണ്.
എന്തും ചെയ്യാൻ മടിക്കാത്തവര്. ഇത്തരം സന്ദർഭത്തിൽ മറ്റുള്ളവരെ എന്തിനും മടിക്കാത്തവരാവും. നീ നോക്കൂ, അവനെ ഞാൻ... അത് കഴിഞ്ഞില്ലേ? എന്തൊരു ദേഷ്യം ഇത്. പിന്നെ ഞാനിന്നലെ പറഞ്ഞത് മറന്നുപോയോ? എന്താ? നാളെ നമ്മുടെ വിവാഹ വാർഷികമാണ്. ആഘോഷിക്കണം. 8-9 വർഷമായില്ലേ? ആഘോഷിച്ചൊക്കെ മതി. ആര് പറഞ്ഞു മതിയെന്ന്? ക്ഷേമമാക്കണം. രാവിലെ അമ്പലത്തിൽ പോണം, മക്കൾക്ക് തുണി വാങ്ങണം, അയൽവക്കത്തുള്ളവരെല്ലാം വിളിച്ച് നല്ലൊരു പാർട്ടി നടത്തണം. അതൊക്കെ നാളത്തെ കാര്യല്ലേ? ഇപ്പൊ കിടന്ന് ഉറങ്ങാൻ നോക്കാം. ലൈറ്റ് അണയ്ക്കാൻ തീർച്ചയായും ഇപ്പൊ അണിക്കുന്നില്ല. ഇല്ലേ? ഇല്ല. നമുക്കെന്നും ആഘോഷമല്ലേ? ഈ ഒരു ആഘോഷമേ ഉള്ളൂ. ശരി, എന്നാ നാളെ ഒരു മഹോത്സവം തന്നെ സംഘടിപ്പിച്ചത് എന്താ? പക്ഷെ ഇന്ന് മതം പൂശുന്ന കാറ്റിൽ തളിരുകൾ ചാമരം വീശുന്ന മേട്ടിൽ ചിറകു തുന്നുന്നു മാനസം. മതം പൂശുന്ന കാറ്റിൽ തളിരുകൾ ചാമരം വീശുന്ന മേട്ടിൽ ചിറകു തുന്നുന്നു മാനസം. മതം നമ്മൾ തീർക്കും സദനം ജീവനിൽ ജീവൻ തൂകും മധുരം. മനവും നിറവും ഇഴവും സമയം മനവും തനുവും അണിയും പുളകം മൗനവും നാദമായി. മതം പൂശുന്ന കാറ്റിൽ തളിരുകൾ ചാമരം വീശുന്ന നീട്ടിൽ ചിറകു തുന്നുന്നു മാനസം. മതം പേരിൽ പായും നിമിഷം സ്നേഹമാം താലം പേറും ഹൃദയം. മിഴിയിൽ മിഴികൾ തെളിയും സമയം കനവും നിലവും അരുളും സുഖം സൗമ്യമീ ജീവിതം. മതം പൂശുന്ന കാറ്റിൽ തളിരുകൾ ചാമരം വീശുന്ന മേറ്റിൽ ചിറകു തുന്നുന്നു മാനസം. മതം പൂശുന്ന കാറ്റിൽ തളിരുകൾ ചാമരം
വീശുന്ന മേട്ടിൽ ചിറകു തുന്നുന്നു മാനസം. എന്തൊരു ശല്യായത്. ഒരുപാട് ഒന്ന് ഉറങ്ങാൻ കൂടെ സമ്മതിക്കില്ല. ആളാ ഇനി നിർമ്മാല്യം തൊഴാൻ വരാന്ന് പറഞ്ഞിട്ട് മൂക്കം വെച്ച് കിടന്ന് ഉറങ്ങാം. നീ പോയില്ലേ? അത് മതി. വിവാഹ വാർഷികമാണെന്ന് രണ്ടുപേരും പോകേണ്ടതല്ലേ? ഇടിയും വണ്ടി വിവാഹം മാത്രമേ അമ്പലത്തിൽ വെച്ച് നടത്തൂ. അതിന്റെ ആഘോഷം അമ്പലത്തിൽ വെച്ച് നടത്തുന്നത് അശ്രീകരമാണ്. അതൊക്കെ ഇവിടെ വെച്ച് ഈ ഒരു ചിന്തയുള്ളൂ. പിന്നെ നമുക്ക് ഈ ദിവസം നല്ലപോലെ ആഘോഷിക്കണം. ആഘോഷിക്കാം, അതിനെന്താ? ദൈവം സഹായിച്ച എനിക്ക് നിനക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നമ്മുടെ കഴിഞ്ഞ 9 വർഷത്തെ കൂട്ടായ അധ്വാനത്തിന്റെയും ആഘോഷത്തിന്റെയും ഫലമാണ്. ഈ മനുഷ്യനെ എനിക്ക് തന്നെ തന്നല്ലോ ദൈവമേ. മോനെ, ബിജുമോനെ, മോളെ എഴുന്നേക്ക് മിനി മോളെ. മോളും പോയിട്ടോ. കാണുന്നു പോയി. ഈ പാത്രങ്ങളെല്ലാം കഴുകി വെള്ളം വെച്ചിരുന്നാ മതി. തുണി കഴുകണ ചേച്ചി? നാളെ മതി. എടുത്തരേ. മോനെ, സ്കൂളിൽ ഓടിച്ചാടി നടന്ന് മറഞ്ഞു വീഴരുത് കേട്ടോ. അമ്മേ, ഈ ബിജുമോൻ എപ്പോഴും കളിയാ. ചുമ്മാ ഈ പെണ്ണ എപ്പോ നോക്കിയാലും കളിക്കുന്നത്. പെണ്ണോ? ചേച്ചി പറ. ശ്രീമതി, ഒന്ന് വേഗം റെഡിയാകും. ഇപ്പൊ നല്ല കുട്ടികളങ്ങനെ. പിന്നെ ശങ്കരേട്ടനെയും റീത്തയും വിളിക്കണം. ആ വിൻസന്റെ വീട്ടിലേക്ക് ഞാനില്ല, നീ പോയി വിളിച്ചോളാം. ശരി, വേഗം കയറും മോളെ. ഞാൻ റീത്തെടുത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരാം. ഞാൻ ശങ്കരേട്ടനെ വിട്ടിരിക്കാം. വാ മക്കളെ. ഒരു കാര്യം പറയാനാണ് വന്നത്. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. ക്ഷണിക്കുന്നു.
ഞാൻ വന്നത് എല്ലാം ഞാൻ കേട്ടു. നീ ഭാഗ്യവതിയാണ്. എന്നും ഇതുപോലെ കാണാൻ നീ പ്രാർത്ഥിക്കുന്നു. എല്ലാം മംഗളമായി നടക്കും മക്കളെ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിവാഹ വാർഷികം പൊടിക്കണം. ചെറിയ തോതിൽ പോരാ, വലിയ തോതിൽ തന്നെ നടത്തണം. എന്റെ വിവാഹ ദിനങ്ങൾ ഒത്തിരി കഴിഞ്ഞതാണ്, പക്ഷെ പൂർണ്ണത നേടിയില്ല. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല. ഇന്ന് ഞാൻ സംതൃപ്തനാണ്. നിങ്ങളുടെ കുട്ടികൾ എന്റെയും കുട്ടികളാണ്. ഇവരെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിരിക്കാനാവില്ല. സ്കൂള് വിട്ടാ പിന്നെ അവരിവിടെ ആണല്ലോ. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന പറ്റില്ല. കാര്യമായിട്ടുണ്ടെങ്കിൽ ഒരുക്കിക്കോണം. തിന്നു തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്തുവാണ് ഇവിടെ എപ്പോഴും ഒരു തീറ്റ കാര്യം? നിനക്കൊന്നും തിന്നാനില്ലാത്ത പോലെ. കേട്ടോടി പെണ്ണെ, ഇവിടെ ഉണ്ടാക്കുന്നത് മുഴുവൻ ഞങ്ങള് തിന്നണില്ല, എല്ലാം വേലക്കാരി കൊണ്ടുപോവാ. അമ്മേ, ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. അതായത് ഇവളെന്റെ കഴുത്തിൽ കെട്ടി ഞാന്നിട്ട് ഇന്ന് 9 വർഷം തികയാണ്. അമ്മ വരണം. അപ്പൊ ഒന്ന് പായസം, പപ്പടം, ശർക്കരപ്പേരി ഒക്കെ കാണും. എനിക്ക് മധുരം വെച്ച ജീവന. എന്റെ ചുറ്റിത്തലേനും അങ്ങനെ തന്നെയാ. അല്ലേ മോനെ? നമുക്ക് ഞങ്ങൾ ഇറങ്ങട്ടെ. വരും മോനെ. പിന്നെ എനിക്ക് ഈ പാൽപ്പായസവും പുല്ലൊന്നും ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കിളവന് മുമ്പിൽ സമ്മതിച്ചെന്നുള്ളൂ. എനിക്ക് നീ ഒരു സ്മോൾ മേടിച്ച് അവിടെ വച്ചേക്കണം. പിന്നെ അമ്പിളിക്കുട്ടിന് ഇത് അറിയും കേട്ടോ. അറിഞ്ഞൊരു തുള്ളി എനിക്ക് കിട്ടില്ല. അത്രയല്ലേ ഉള്ളൂ, ഞാൻ ഏറ്റു. അല്ല, മോന് 10 ഉടുപ്പ് നിക്കണം വാങ്ങാൻ. കേട്ടോ ബാങ്കറമ്മേ, ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുക്കുക. മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് നമുക്കൊന്ന് കൂടണം. നീ ലീവ് എടുത്തു. വിവാഹ വാർഷികം പൊടി പൊടിക്കണം. ഇതിനൊരു അതൊന്നും എടുക്കും. ഞാനെങ്ങനെ നിങ്ങൾക്ക് കുടിക്കാനല്ലല്ലോ ആലോചിക്കുന്നത്. എന്നാലും ആരെങ്കിലും കണ്ടാൽ വാങ്ങിച്ചളെ. എത്രയാ? 30 രൂപ. തെറ്റിദ്ധരിക്കരുത്, ഇതെനിക്ക് കുടിക്കാനല്ല കേട്ടോ. ആര് കുടിക്കാൻ? ഞങ്ങൾക്ക് എന്താ സാറേ? അതെ, ഈ ശീലമൊന്നും ഇല്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എവിടുന്ന് കുറ്റിയും പറിച്ച് വരുന്നതാ ഇത്? ഒന്ന് വേഗം ആട്ടോ. ഈ പെണ്ണുങ്ങളെ കൂടെ ഷോപ്പിങ്ങിന് പോയാൽ മുടിഞ്ഞത് തന്നെ. 2 മാസം ശമ്പളം തീർന്നു. ഓ, സാറിന്റെ സംസാരം കേട്ടാ തോന്നും ചുമ്മാതെ കളഞ്ഞതാണെന്ന്. ആവശ്യത്തിന് തുണി വാങ്ങിച്ചല്ലേ? ഉടുത്തിറങ്ങി നടന്നോ? കിട്ടുന്ന ശമ്പളം അതാത് മാസം തന്നെ തിന്നു കുടിക്കണം, എന്നാലേ സമാധാനം ഉണ്ടാവും. IAS കാരൻ പോലും ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നു, പിന്നെ നമ്മളെങ്ങനെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യും? ഓ, വലിയ സ്റ്റാറ്റസ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നാട്ടുകാർക്കറിയാം. ദരിദ്രവാസം. എന്നിട്ടും കളക്ടറുടെ ഗമയില നടപ്പ്. നിർത്തടി, അധികം തകർക്കാതെ. നിങ്ങളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വെള്ളക്കോളറിന്റെ കുഴപ്പം. നാണോ മാനില്ലാത്ത വർഗം. നീ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? ഈ വാതിൽ തുറന്നു കിടക്കുന്നല്ലോ. നീ രാവിലെ തിരക്കിൽ അടയ്ക്കാൻ മറന്നു കാണും. അടച്ചോന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നീ അടച്ചിട്ടുണ്ടാവില്ല. ഞാൻ അടച്ചെന്ന് പറഞ്ഞില്ലേ? അയ്യോ, എന്നാ വല്ല കള്ളനും കയറി കാണും. സാധനം വല്ല പോരിടം നോക്കാം. ഇവിടെ ഒന്നും പോയിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യും, അടുക്കള പോയി നോക്ക്.
എന്താ ആരത്? ആരാ നിങ്ങളാ ചോദിച്ചത്? കള്ളു കുടിച്ചിട്ട് മോട്ടിക്കാൻ കയറുതായിരിക്കും. എല്ലാവരും അവിടുന്ന് സ്വബോധം കാണില്ല. നമുക്ക് മറ്റാരെങ്കിലും വിളിക്കാം. അങ്ങനെ പറ്റില്ലല്ലോ, ഞാനൊരാണല്ലേ. നിങ്ങളിലേക്ക് മൂക്കറ്റം കുടിച്ചു കാണും, അതാ തല പൊങ്ങാത്തത്. തന്നോട് പറഞ്ഞ എഴുതാക്കാൻ. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ആൾക്കാരെ വിളിച്ചു കൂട്ടാൻ. ആദ്യം ആളാരാണെന്ന് നോക്കൂ. ശല്യം ചെയ്താൽ നിന്നെ ശവം ചെയ്യണം. ചേട്ടൻ നീ എന്താ പറയുന്നത്? എന്ത് ചെയ്യും? ആരെങ്കിലും കണ്ടാൽ? ആര് കണ്ടാലും ഞാൻ കൊണ്ടാണെന്ന് പറയൂ. ശങ്കരേട്ടൻ പോലും. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം കാണുന്ന ഒരാളുണ്ടല്ലോ, ഈശ്വരൻ നമ്മെ രക്ഷിക്കും. മോഹൻ അങ്ങനത്തെ പേര് ഇടപ്പള്ളി ഇവന്റെ ആണെന്ന് തോന്നുന്നു. അഡ്രസ് കണ്ടിട്ട് ഇവിടെ അടുത്തെവിടെയാണല്ലോ. ഞാൻ പോയി നോക്കിട്ട് വരാം. അതുവരെ ആരും കാണരുത്. അതുവരെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ വിളിക്കും? നിങ്ങൾ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് ഈ കഥ കറച്ച് കുറ്റിയിട്ടത് നീയാ.
എന്റെ സൗകര്യത്തിന് വേണ്ടിയാണ് ഇപ്പോൾ നിന്റെ ഭർത്താവ് പുറത്തു പോയത്. ഇത്രയും നല്ലൊരു അവസരം ഇനി കിട്ടാനില്ല. ഇതെല്ലാം എന്റെ ഒരു പ്ലാൻ ആയിരുന്നു. എടി സിന്ധു പെണ്ണേ, എടി സിന്ധു പെണ്ണേ, കുറച്ചൊക്കെ. എന്നാൽ ഈ പട്ടാപ്പകലെ നാണം കെട്ട ജന്തുക്കള്. ഭവാനിയമ്മ കാര്യം പറ. വിവാഹ വാർഷികം പോലും നമ്മളാരെ ആണുങ്ങളുടെ കൂടെ പൊറുക്കാത്ത പോലെ ജനലും വാതിലും തുറന്നു വെച്ച് ആമ്പർന്നോനും പെമ്പർന്നോളും വെറും തറയല്ലേ. എന്തായാലും ഇവിടെ 2 പെറ്റോളല്ലേ. ആരാ? മോഹന്റെ വീട് ഇതല്ലേ? അല്ല, ഇതല്ല. ആണെന്ന് പറഞ്ഞു. അല്ലെന്ന് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് എന്ത് വേണം? എനിക്ക് നിങ്ങൾക്ക് അവൻ പണം തരാനുണ്ടായിരിക്കും. അത് തരാൻ ഞാൻ തയ്യാറല്ല. അവൻ എന്റെ മോനല്ല. അവന്റെ പുലവിളി ഞാൻ എന്ന് നടത്തി കഴിഞ്ഞു. അവൻ എനിക്ക് കാര്യമല്ല. നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല, പോകാം. അവൻ കടം വാങ്ങിച്ച് തിരിച്ചു കൊടുത്ത് ഞാൻ നശിച്ചു. കടം വാങ്ങിയും കള്ളുകൂട്ടിച്ചും പിടിച്ചു പറിച്ച് നടക്കുന്ന ആ തെമ്മാടി എനിക്ക് കാര്യമല്ല. അവന്റെ കാര്യം പറഞ്ഞപ്പോൾ വരുന്നവരെ എനിക്ക് ഇഷ്ടമല്ല. എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? മോനെ, എത്ര പിഴച്ചവനാണെങ്കിലും അവനെ പറ്റ പാപിയാ മോനെ ഞാൻ. മോനോട് അവൻ വല്ലതും വാങ്ങിച്ചു കാണും. അല്ലാതെ മോൻ ഇവിടെ വരില്ലെന്ന് എനിക്കറിയാം. ആ മനുഷ്യൻ പറഞ്ഞത് കേട്ടില്ലേ? അങ്ങർക്ക് പണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എന്നാ മോനെ, ഇത് വെച്ചു. ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ മോൻ ഏതെങ്കിലും സമയത്ത് ഇതുവഴി വരുമ്പം ഇവിടെ കയറുക. വേണ്ടമ്മേ, അമ്മയുടെ മോൻ എനിക്കൊന്നും തരാനില്ല. അത് മോൻ വെറുതെ പറയുന്നതാ. ആ മനുഷ്യനെ കാണണ്ട, എന്നോട് ചോദിച്ചാ മതി. വേണ്ടമ്മേ, സത്യമാണ് പറയുന്നത്. എനിക്കൊന്നും തരാനില്ല. എങ്കി വേണ്ട. മോൻ അവനെ കാണാറുണ്ടോ? ഇതവന്റെ കൈ കൊടുക്കും. അമ്മ തന്നതാണെന്ന് പറയാ. ഇതവനൊന്നും തികയില്ല. ഇവിടം വരെ വരാൻ പ്രത്യേകം പറയണം കേട്ടോ. പിന്നാരാ? ഓ, എന്നാലാ പെണ്ണ്. എന്താ തള്ളേ പുറപുറാന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? വല്ല കിറുക്കുണ്ടോ? നീ പോടാ. എന്നാൽ അവള് ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ പരദൂഷണം പറയാനല്ലാതെ അമ്മയ്ക്ക് വേറെ ജോലിയില്ലേ? ഉണ്ടടാ. പക്ഷെ ഒരു കാര്യം, നീ ഞാൻ വീട്ടിൽ കാലെടുത്ത് കുത്തരുത്. ആ, എന്നാലെടി എന്തരവളെ. എന്ത് ചെയ്യാൻ? നേരെ വിട്ടട്ടെ, എവിടെങ്കിലും കൊണ്ട് കളയാം.
കുട്ടികൾ എത്ര വന്നാലോ അവരത് കണ്ടാൽ എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ എടുത്തിട്ടുണ്ടല്ലോ എന്റെ ഒടുക്കത്തെ വാർഷികത്തിന്. നിങ്ങൾ ഇരുന്ന് തുച്ഛം പറയാതെ ഇവരുണ്ടെങ്കിൽ ഒരു വഴി ഉണ്ടാക്കാൻ നോക്ക്. ചാക്കിങ്ങൾ മോളെ എന്നെ കണ്ടതുകൊണ്ടായിരിക്കും ചാക്കും കെട്ടെന്ന് അകത്തോട്ട് തള്ളി കയറ്റണത്. അങ്ങനെയൊന്നുമില്ല. എനിക്കൊന്നും തരണ്ട കുഞ്ഞെ, ഇങ്ങോട്ട് വെച്ചഴിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. ഇത് ചക്കയാ വീട്ടിൽ നിന്ന്. അതെ. ചക്കയോ? ഇപ്പൊ ചക്കയുടെ കാലമല്ലല്ലോ. ഒടുക്കം കാച്ചതാ. എന്തായാലും എനിക്കിതിട്ട് 2 ചോള തിന്നണം. പഴുത്ത ചക്കാന്ന് വെച്ചാൽ എനിക്ക് ജീവന. ഇത് പച്ചയാ, പഴുത്തിട്ട് അമ്മയ്ക്ക് തരാം. അല്ലെങ്കിൽ നിനക്ക് ഈയിടെയായിട്ട് കുറച്ച് ഒളിച്ചുകളിയൊക്കെ ഉണ്ട്. എന്റെ മോനെ, നീ ഇവിടെ ഞാൻ പറയേ. ഓ, തല തുറക്കാനായിട്ടാ വരുന്നടാ. ഞാൻ പിന്നെ വരാട്ടോ മോനെ. ഇന്ന് ബിജിമോനും മിനിമോക്കും കോളാ. പായസം കുടിക്കാം, അലുവ തിന്നാം. എന്താണോ വിശേഷം? അയ്യോ, അറിയത്തില്ലേ? ഇന്ന് നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെയും കല്യാണമാ. കല്യാണം കഴിച്ച ദിവസമാ. എന്തിനാ മാമ
കല്യാണം കഴിക്കുന്നത്? കുഴഞ്ഞ പലരും പലതും കഴിക്കില്ലേ, അതുപോലെ കല്യാണവും കഴിക്കുന്നത്, വെറുതെ ഒരു രസത്തിന്. അതാ അച്ഛൻ നമ്മളെന്ന് വിളിക്കാൻ വരാഞ്ഞത്. അച്ഛനും അമ്മയും കല്യാണം കഴിച്ച് സിനിമയ്ക്ക് പോയിരിക്കും. നിങ്ങൾ വിഷമിക്കാതെ, എന്റെ കല്യാണത്തിന് ഞാൻ ആദ്യം വിളിക്കുന്ന നിങ്ങളെ. എനിക്ക് ആരെങ്കിലും പെണ്ണ് എന്നിട്ട് വേണ്ടേ കല്യാണം കഴിക്കാൻ? എനിക്ക് തങ്കം വേണ്ട കാരണം. തങ്കം എന്താ മോനെ? എന്താ മോളെ, എന്ത് പറ്റി? അച്ഛന്റെ അമ്മയുടെ കല്യാണം എന്നാണോ? ആണോ അച്ഛാ? കല്യാണം നേരത്തെ കഴിഞ്ഞു മോനെ. ഞങ്ങളില്ലാതെ കല്യാണം നടത്തിയല്ലേ? നിങ്ങൾ സിനിമയ്ക്കും പോയി അല്ലേ? ഞങ്ങൾ എങ്ങും പോയില്ല, ഇവിടെ ഒന്നും നടന്നതുമില്ല. എന്നാ ഇന്ന് സിനിമയ്ക്ക് പോണോ? അമ്മിളിക്കുട്ടൻ മാവനെയും വിളിക്കണം. പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്ന കുഴപ്പം, അവരെ നമുക്ക് സിനിമയ്ക്ക് അയക്കാം. മക്കളെ, നിങ്ങൾ ഇന്ന് സിനിമയ്ക്കോ? അപ്പൊ നിങ്ങളോ? ഞങ്ങളില്ല, സിനിമ കഴിഞ്ഞ് വരുമ്പോ പായസം മുട്ടായി ഒക്കെ തരാം. മിനിമോളെ, നമുക്ക് മാമന്റെ വീട്ടിൽ പോയി പന്ത് കളിക്കാം. ആ, പന്ത് എവിടെയാ? ഞാൻ എടുത്തുതരാം. അമ്മേ, ഈ ചാക്കിനകത്ത് എന്താ? ഓർമ്മയില്ല പറഞ്ഞത്. അച്ഛന്റെ കൈ. അച്ഛന്റെ മഷിക്കുപ്പി താഴെ വീണ് ഉടങ്ങി, അത് തുടച്ചിട്ട ചാക്ക. അതിനകത്ത് എന്താണ്? മോനെ, മാമന്റെ വീട്ടിൽ പന്ത് കളിച്ചു, അച്ഛൻ കൈ എഴുതിട്ടാ. മോൻ എന്തിനാ പറയുന്നത്? എന്തിനാ മോന് പറയുന്നത്? മാമ, അമ്മ ബിജുമോനെ അടിച്ചു. എന്തിനു? പണ്ട് ചോദിച്ചേന്ന്. ഈ പൊട്ടിപ്പെണ്ണിന് ഒന്നും അറിഞ്ഞൂടാ മാമ. ഞങ്ങളുടെ വീട്ടില് കട്ടിലിന്റെ അടിയിൽ വലിയൊരു ചാക്ക് കെട്ട്, അതിന്റെ ഉള്ളിൽ മുഴുവൻ ചോരയാ. അച്ഛൻ അറിയാ ചാക്കിലെ മഷിയാണെന്ന്. അത് തൊട്ടപ്പോഴാ അടിച്ചത്. എന്നാൽ അവള് മഹാകള്ളിയ. ഞാനും കണ്ടൊരു ചാക്കും കെട്ട്. എന്നെ കണ്ടതും ചാക്കും കെട്ട് അകത്തോട്ട് തള്ളി കയറ്റുന്നു. ഈ തള്ളക്ക് മറ്റുള്ളവരെ കുറ്റം പറയാനല്ലാതെ ഒരു ജോലിയില്ലേ? കുടുംബം കുട്ടികളായിട്ട് കഴിയുന്നവരങ്ങനെയാ. വാ മക്കളെ, നമുക്ക് കളിക്കാം. എല്ലാത്തിനും എന്നെ കുറ്റം പറഞ്ഞു. ഞാൻ അറിഞ്ഞ ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. നീ കിടന്ന് ഒച്ചക്കാതെ, ക്ഷണിച്ചാറില്ല വന്നു കയറിയാൽ ഇന്ന് മറയ്ക്കാൻ സൗകര്യം കിട്ടണ്ടേ? എനിക്ക് നല്ല സുഖമില്ലെന്നും അതുകൊണ്ട് ഇവിടെ ഒന്നും ആഘോഷിക്കുന്നില്ലെന്നും എല്ലാവരോടും പറയാം. അത് പറഞ്ഞാൽ വിളിച്ചവരും വരും, അല്ലാത്തവരും വരും. സുഖേടറിയാം. ഞാനൊന്ന് നോക്കട്ടെ. ഹലോ. ഹലോ, ഇരിക്കൂ. ഞാൻ വന്നത്. സോറി മിസ്റ്റർ വേണു, ഐ കാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ യുവർ ഫംഗ്ഷൻ. മിസ്റ്റർ വേണു വിവേകില്ലല്ലോ. നോ താങ്ക്സ്. എന്തെരിയുന്നൊരു മനസ്സും ഇതുമാണ് എന്റെ ലോകം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള മാനസികാവസ്ഥയല്ല എന്റേത്. നിങ്ങളോട് ഞാൻ തുറന്നു പറയാം, സ്വന്തം ഭാര്യയെ അന്യൻ അനുഭവിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു ഭർത്താവിന്റെ ഗതികേട്. ഞാൻ ആ ഗതികേടിലാണ്. ഭാര്യയുടെ മുന്നിൽ ഞാൻ നിഷ്ക്രിയനാണ്. പക്ഷേ അവനെ ഞാൻ വെറുതെ വിട്ടില്ല. അവനെ ഞാൻ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും. ഞാനും ഒരു ഭർത്താവ്. സോറി വേണു, സോറി, ഞാൻ വരില്ല. ഞാൻ നിർബന്ധിക്കുന്നില്ല, വരട്ടെ. ഓക്കെ. വേണു പരിഭവിക്കരുത്. ഇന്ന് എനിക്ക് വരാനാവില്ല, അമ്മയ്ക്ക് നല്ല സുഖമില്ല. ഞാൻ നിർബന്ധിക്കുന്നില്ല. ഈ നിലയിൽ അങ്ങോട്ട് വരണ്ടെന്നേ ഞാൻ പറയൂ. അതാണ്.
അതാണ് വേണുവിന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പറയട്ടെ, അമ്പലക്കുട്ട പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലെങ്കിൽ കുട്ടികളെ ഒന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകും. നമ്മുടെ മമ്മൂട്ടി ഉഗ്രൻ സ്റ്റണ്ട്. നമ്മുടെ മമ്മൂട്ടിക്ക് ഉണ്ടല്ലോ പ്രധാനമന്ത്രിയാകും. എന്തൊരു ഊക്ക ഓരോ ഇടിക്കും. എന്നിട്ട് വാങ്ങട്ടെ. എടാ സമാസമം ഒഴിക്കണം. മനസ്സില്ല. കാശ് നിങ്ങളുടെ ആണെങ്കിലും മേടിച്ചോണ്ടിരുന്നത് ഞാനാ. അതുകൊണ്ട് കിളവിയോട് പറയും. ഇതിന്റെ അച്ഛനുണ്ടല്ലോ കൃഷ്ണൻ, അവൻ ഇവിടെ ജോലിക്കുണ്ടായിരുന്നപ്പോഴും ഇത് തന്നെയായിരുന്നു സ്വഭാവം. അല്ല, മത്ത കുത്തിയാ കുമ്പളം മുളക്കില്ലല്ലോ. വേറെ വെള്ളം അടിച്ചുകൊണ്ടെന്റെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ തന്ത യോഗ്യനായിരുന്നേ. 2 അച്ചിമാര്, അതിലൊരെണ്ണം ഡ്യൂപ്ലിക്കേറ്റാ. എന്റെ മാനം നീ കളയും. എനിക്കുണ്ട് മാനം. ഇതും കൂടെ പഠിപ്പിച്ചിട്ട് ഒരക്ഷരം മിണ്ടാതെ കയറി കിടന്ന് ഉറങ്ങിക്കോണം. ബഹളം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കിളവിയോട് പറയും. എന്നാ മുഴുവനും കൂടെ നീയും കൂടെ കുടിച്ചോ. ഞാൻ പോയി പറയണ നോക്കിയല്ലേ ഞാൻ ഇപ്പൊ ഇല്ല ഞാൻ പറ. എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാം. ഇവന് പിടിക്കും. പുറമേപ്പാ നീ പിടിക്ക. കഥം തുറക്ക.
ചത്തിട്ടില്ല. നീ അകത്തെ കഥടയ്ക്ക്. കുടിച്ച വയറ്റി കിടക്കണം, ഛർദിച്ച് കളയരുത്, കുടിച്ച കാശ് പോകാം. ആരെയാള്? യവൻ വെള്ളവാ, എന്റെ ജാതിയാ. എന്നെ പോലെ സൂപ്പർ സ്റ്റാർ അല്ല, സൂപ്പർ കുടിയല. ഇയാളെ വിളിച്ചോട്ട് പോവാമോ? അത് ഞാനേ വീട്ടിൽ പോവാ. വീട്ടിൽ പോവാ. വീട്ടിൽ പോടാ, വീട്ടിൽ പോടാ, പോടാ. നിന്റെ ഇനി 18ാമത്തെ അടവെടുത്താലേ പറ്റൂ. വെള്ളം ഇറങ്ങാൻ ഒറ്റ പ്രയോഗമേ ഉള്ളൂ, വെള്ളപ്രയോഗം. എനിക്ക് 1 മന്ത വെള്ളം വേണം, ഞാൻ എടുത്തോളാം. വെള്ളം എന്തുവാ ഇത്? ഇത് ചക്കയാ. ചക്ക? വരിക ചക്ക? പഴുത്ത വലിയ എങ്ങനെയുണ്ട്? വലിയ വീട്ടിൽ പോവാൻ അടിച്ച് നിന്റെ വലയെടുക്കും. പലപോയിട്ടോ. അതുകൊണ്ടല്ലേ ചേട്ടനെ ഈ നിലയിൽ ഇവിടെ ഇട്ടിട്ട് പോയത് മനസ്സ് വരാത്തത്. എന്താ തൊഴു സാറിനെ തൊഴു. അയ്യോ നല്ലവനാ സാറു. അവന്മാരത് പോട്ടെ, പിന്നെന്തെങ്കിലും ചെയ്യാം. ക്ഷമിക്കണം, വെളിച്ചമുള്ളതുകൊണ്ട് തട്ടിയതാ. ഞാൻ ബീറ്റിൽ നിൽക്കുക. ഒരു കുടിയൻ ഇതിൽ ബഹളം വെച്ച് വന്നിരുന്നു. കണ്ടോന്നറിയാനാ? ഇല്ല സാർ, കണ്ടില്ല. ഞാൻ അവനെടുത്തോളാം. ഞാനവന്റെ ശവം കാണാതെ പോവില്ല. അവനെ സഹായിക്കാനാണ് വിളിച്ചോണ്ട് പോയത്. അവനെന്നെ ഇരുട്ടത്ത് കൊണ്ടിട്ട് പെരുമാറി വേണിച്ചേട്ടാ. അവന്റെ ശവം കാണാതെ ഞാൻ ഇവിടുന്ന് ആട്ടെ, നീ ഇപ്പൊ പോ. ഞാൻ പോകാം, പക്ഷേ ഞാനവന്റെ ശവം കണ്ടിട്ടേ പോവും. ആ പരമറി നീ നാളെ ചേരന്റെ ഷാപ്പ് വരുമല്ലോടാ. പരമ ദ്രോഹി, നിന്നെ കണ്ടോളാം. ഇനി ഇത് എവിടെയും കൊണ്ടുപോകാൻ പറ്റൂല. വേറെന്ത് ചെയ്യും? നീ ഒരു കാര്യം ചെയ്യും, ആ മമ്മൂട്ടിങ്ങൾക്ക് വീടിന് പുറകിൽ ഞാൻ കുഴിച്ചിടാം. ചേട്ടൻ രാത്രിയിലെ കുഴിയെടുപ്പ് എന്തിനാണെന്ന് അറിയാവുന്ന കരുതി. ഇതിനകത്ത് ഒരാളെ അടക്കാമല്ലോ. ഒന്നും പറയണ്ട ചേട്ടാ. മൂട്ടമരുന്ന് വാങ്ങി വെച്ചിരുന്നത് കുപ്പിയുടെ ചോറിൽ കമന്നുപോയി.
അത് മൂടാനാ. അതിന് ഇത്ര വലിയ കുഴി വേണോ? അങ്ങോട്ട് കളഞ്ഞാ പോരെ? വല്ല നായോ കോഴിയോ തിന്ന് ചാവണ്ടാന്ന് കരുതി. കറക്റ്റ്. വേണു കൂടെ മാറ്. മമ്മട്ടി കൊണ്ടു. ആ മമ്മട്ടി കൊണ്ടുതാ മോളെ, ഇവിടെ തട്ടിക്കോ. തട്ട്. നായും കോഴിയല്ല, നരി വന്നാൽ പോലും ഇതിനകത്തുനിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വളരെ ഉപകാരം. നേരെ ഒരുപാടായി. ചേട്ടൻ പോവല്ലേ? അതെ. അത് സ്മോൾ മേടിച്ച് വച്ചിട്ടില്ലേ? ഇല്ല. ആ വാങ്ങിച്ചു. ചേട്ടൻ നിൽക്ക്, ഞാനും എടുത്തിട്ടില്ല. ഏയ്, ഞാൻ അടുത്തേക്ക് വരാം. സിന്ധു മോൾക്ക് നല്ല അവൾ എന്റെ മോളാ. പാടോ എന്റെ വേണു, ആ കിളവിയുടെ കണ്ണു വെട്ടിച്ച് വരാൻ പറ്റൊരു പാട്. താനിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്ക് നല്ല അറിയാം. 85 വയസ്സായി. ഇനിയിപ്പോ അതിനെ കൊല്ലാൻ പറ്റുമോ? ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ അന്തർരഹസ്യം മോൾക്ക് മനസ്സിലായോ? എന്റെ സിന്ധു മോളുടെ ദീർഘ ദാമ്പത്യത്തിന് കേട്ടോ വേടൂ, 54 ഞാൻ തെമ്മല ഫോറസ്റ്റ് ഓഫീസറായിരിക്കുന്ന കാലം. അന്നൊരു പ്ലാവിനെ വെടിവെച്ചാൽ എനിക്ക് 2 ദിവസത്തേക്കേ തികയൂ. അന്നിങ്ങനെയൊന്നുമല്ലായിരുന്നു ബോഡി. 4 ആളെ ഞാൻ മലത്തും. അത് പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നു. കൊല്ലത്ത് വെച്ച് ഞാനൊരു ഗുസ്തി മത്സരം നടത്തി. ആരൊക്കെയായിരുന്നു ഫയൽമാന്മാരെന്നറിയാമോ? മണക്കാടനും ഇലക്ട്രിക് മൊയ്തീൻ കുഞ്ഞും. മണക്കാടന്റെ കയ്യിൽ മൊയ്തീൻ പെട്ടാ പിന്നെ ശവമാ. ഇത് ലാർജ് ആണല്ലോ, വളരെ സ്റ്റിഫാണ്. വെള്ളം ഒഴിച്ചില്ല അല്ലേ? വെള്ളം ഒഴിച്ചതാ. ചേട്ടൻ കഴിച്ചാട്ടെ. വെള്ളം ഒഴിച്ചതാണല്ലോ, കുടിക്കാമല്ലോ. എന്നെ പിടിക്കൊന്നും വേണ്ട. ബ്രാൻഡി ഞാനാ കുടിച്ചത്. എന്നെ ബ്രാൻഡി കുടിച്ചിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് പോകും. മോളെ, നിനക്ക് ദീർഘ സുമംഗലി പോവാ. സുമംഗലി പോവാ. സുമംഗലി പോവാ. സുമംഗലി. ഓരോ നാശങ്ങൾ വന്ന് കയറും. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇന്നിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ ആവട്ടെ. അപ്പോ അതുവരെ കിട്ടെ. ആ കുളിമുറിയിലെങ്ങനെ വെച്ച് പൂട്ടാം. എനിക്ക് മാപ്പ് തരണം. ഓ, സാരമില്ല. തെറ്റ് ചെയ്തത് ഞാനാണ്. എല്ലാം മറക്കാനുള്ള മനക്കരുത്ത് എനിക്കില്ലാതായി. ടേക്ക് ഇറ്റ് ഈസി. നമുക്ക് പുതിയൊരു ജീവിതം.
നീ കടയിൽ പോയി ഒരു പാക്കറ്റ് ബ്ലേഡ് വാങ്ങിച്ചോണ്ടോ. മുറി തൂത്തുവാരിയിട്ട് പോവാം. വേണ്ട, പറയുന്നത് കേട്ടാ മതി. ബ്ലേഡ് വാങ്ങിച്ചതുണ്ടല്ലോ, പിന്നെന്തിനാ? ഇല്ല, എന്റെ ഓർമ്മിപ്പിച്ച നീ പോയി വാങ്ങിച്ചോളാം, ഞാൻ തൂത്തോളാം. ഇന്ന് ഇങ്ങോട്ട് പ്രവേശനമുണ്ടോ? ഇന്നലെ രാത്രി രണ്ടാളും ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. കണ്ണ് കണ്ടാൽ അറിയാം. നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തെ? ചത്ത വീട് പോലെ. എനിക്ക് വല്ലതും തരണമെന്ന് വെച്ചിട്ടാണോ? അതൊന്നുമല്ല. ഇന്നലെ ഞാൻ വന്ന് ശല്യം ചെയ്തില്ല. ഇന്ന് അതല്ല, എന്റെ വീതം കൊണ്ടേ പോകൂ. എന്താ സിന്ധു? എനിക്കിങ്ങനെയാ വയറ്റുവേദന വരും. എന്താ എന്താ സിന്ധു? ചേട്ടൻ അപ്പുറത്തേക്ക് പോകും. ഇത് പെൺകേസാ. ആള് ഭയങ്കരനാണല്ലേ? നീ പോടി, ഞാൻ പോയേക്കാം. എഴുന്നേറ്റ് സാരി മാറി കുളിക്കാൻ നോക്ക്. എനിക്ക് മനസ്സിലായി, വാർഷികം ശരിക്കും ആഘോഷിച്ചു. ആരെങ്കിലും വരുന്നത് തുടച്ച് വൃത്തിയാക്കാം. സാർ ബ്ലേഡ്. ഞാൻ തുടച്ചു കളയാം. വേണ്ട, നീ ഇങ്ങോട്ടാ. ബാത്റൂം കഴുകാൻ. അത് കഴിയണ്ട, അതിൽ പൈപ്പ് കേടാ. ശരി. അത് വല്ല എലിയും ചത്ത് കിടക്കുന്നാവും. ഒന്ന് തുറന്നേ നോക്കട്ടെ. അങ്ങനെ ഇപ്പൊ കാണണ്ട. സഹിക്കാൻ വയ്യ. ഒന്ന് വെളിയിലെടുത്ത് കളയാച്ചാ. അച്ഛനെടുത്ത് കളയാം. ഇപ്പൊ മക്കൾ പോയി കളിക്കും. നമുക്ക് പോയി കളിക്കാം. പറഞ്ഞത് ശരിയാ, നാറ്റം സഹിക്കുന്നില്ല. അയലത്തുകാരറിയുന്നതിന് മുൻപ് ഈ പട്ടാപ്പകൽ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നമ്മൾ എന്ത് ചെയ്യും? വഴിയുണ്ടാക്കാം. അല്ല, സാറെന്താ പതിവില്ലാതെ സാമ്പ്രാണിയും ചന്ദനത്തിരിയും ഒക്കെ വാങ്ങുന്നത്? ഒരു ചെറിയ പൂജയുണ്ട്. അപ്പൊ പഴവും കർപ്പൂരവും നാളികേരവും ഒക്കെ വേണ്ടേ? വേണം. എടാ ഗോപാല, വേണു സാറിന് പൂജയ്ക്ക് വേണ്ട സാധനമൊക്കെ എടുത്തു കൊടുക്ക്. പഴം ഇലയൊന്നും ഇവിടെ ഇല്ലെങ്കിൽ വേഗം അപ്പുറത്തുനിന്നെങ്ങാനും വാങ്ങിച്ചു കൊടുക്ക് കേട്ടോ. വിശേഷം വല്ലതുണ്ടോ മോനെ? ഒരു ചെറിയ പൂജയുണ്ട്. ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ ദേവി പൂജയാണെന്ന് വെക്കാം. ഇന്ന് ബുധനാഴ്ചയല്ലേ? അത് വൈകുണ്ഠ നമസ്കാര. അതെന്തൊരു നമസ്കാരാണ്? ഈ വയസ്സിനിടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ലല്ലോ. എനിക്കൊന്ന് കാണണം. പൂജ വൈകുന്നേരം. സാധനമൊക്കെ നേരത്തെ വാങ്ങിയേ ഉള്ളൂ. എന്നെ കൂടി വിളിക്കണേ. നീ ഇങ്ങനെ പൂജയും ഭക്തിയായിട്ട് നടന്നോ? അവളിങ്ങനെ കണ്ടമാനം നടക്കണ്ടേ, ചുമ്മാതെയല്ല. അച്ഛൻ ഈ ബിജുമോൻ തൊഴുന്നില്ല. അമ്മേ, ബാത്റൂമിൽ എന്തിനാ പൂജ? അങ്ങോട്ട് മാറി നിൽക്ക്. രണ്ടുപേരും അച്ഛന്റെ കൂടെ പോയി കുളിച്ചിട്ട് വാ. ബാത്റൂം പൂട്ടാണല്ലോ, പിന്നെങ്ങനെ കുളിക്കുന്നത്? നമുക്കിന്ന് കിണറ്റുകര പോയി കുളിക്കാം. രാജമ്മ തുണി കഴുകിയാണല്ലേ? എന്താ കാണാനേ? കണ്ടു അതുകൊണ്ടല്ലേ ചോദിച്ചേ. കഷ്ടം, തുണി തിരുമി രാജമ്മയുടെ കൈ വേദനിക്കുന്നുണ്ടാവും.
അയ്യോ ഇവിടെ രാജമ്മയ്ക്ക് ആവശ്യമുള്ള വെള്ളം ഞാനേറ്റു. എന്തിനാണ് വെള്ളം പോയി കളയുന്നത്? അവളെന്നെ പറ്റിച്ചു കളഞ്ഞല്ലോ. അല്ല വേണോട്ടാ, ഈ ശരീര സൗന്ദര്യം നിലനിർത്താൻ വെള്ളം കോരുന്ന നല്ലതാ. എല്ലാ സൂപ്പർ സ്റ്റാറുകളും അങ്ങനെയാ. ചേട്ടാ എനിക്കെണ്ണ കണ്ടിട്ടുണ്ടോ? അവന്റെ നിറവാ. ദിവസവും രാവിലെ ഒരു കിണറിലെ വെള്ളം മുഴുവൻ കോരി വറ്റിക്കും. എന്റെ രാമറാവു ഇപ്പം വെള്ളം ഞാൻ വേണമായിരുന്നു വെള്ളം കോരി കൊടുക്കുവാ. കിളവി ഒരു ശല്യത്തല്ല. അയ്യോ എഴുന്നള്ളി വരുന്നു. എടാ നീ പോയി ആ വിറകൊക്കെ ഒന്ന് വെട്ടിക്കേറിയിടാ. വിറകൊക്കെ എന്തായാലും വെട്ടിക്കേറിയിട്ട് ഇനിയാണ് കട്ടിലും കസേരയും കയറിയിടാ. നീ പോടാ അധികപ്രസംഗം പറയാതെ. സമ്മതിക്കില്ല. അല്ല ഇന്നെന്താ പതിവില്ലാതെ കെൻസികരയിലൊരു കുളി? ബാത്റൂമേ പൈപ്പ് കേടാ, അതുകൊണ്ടാണ്. അത് അമ്പിളിക്കുട്ടിയോട് പറഞ്ഞ് ശരിയാക്കിക്കാലോ. എടാ അമ്പിളിക്കുട്ടാ. വേണ്ടമേ, ഞാൻ ശരിയായിക്കൊള്ളാം. നിങ്ങൾ എന്തൊരു മനുഷ്യനാ? എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവാണോ? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് ഇൻസ്പെക്ഷനാ, പോയേ പറ്റൂ. എന്ത് പറഞ്ഞാലും ഞാനിവിടെ തനിച്ചിരിക്കില്ല. സിന്ധു, നമ്മൾ രണ്ടുപേരോട് ഇല്ലായിരുന്ന ആപത്താണ്. അത് നാറുന്നുണ്ട്. എങ്ങനെയെങ്കിലും കിട്ടുന്നവരെ അത് ഒളിച്ചു വെച്ചേ പറ്റൂ. എന്തെങ്കിലും ആപത്തുണ്ടായാൽ? ഒരാപത്തും വരില്ല. ധൈര്യമായിരിക്കും. ഞാൻ നേരത്തെ വരാം. പോയി വണ്ടി ഇരുന്നോളൂ. അമ്മയ്ക്ക് തലവേദന. മോനിരിക്കും. മോളെ നീ ഇന്നെന്താടി ബാങ്കിൽ പോവാഞ്ഞേ? എനിക്ക് നല്ല സുഖമല്ലമ്മേ. അതിനിങ്ങനെ കിടന്നാ മതിയോ? വല്ല ഡാക്ടറെന്ന് കാണിക്കേ. അത്രയ്ക്കൊന്നുമില്ലമ്മേ, ഒരു ചെറിയ തലവേദന. ഓ അത്രയ്ക്കുള്ളോ? എന്നാ ഇച്ചിരിക്കോളം കടുകാച്ചിടും. ഞാൻ വേണ്ടമ്മേ, ബുദ്ധിമുട്ടണ്ട. എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ലടി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കി വേണ്ട. എടി നീ എനിക്ക് ചക്ക പൈസ തരാന്ന് പറഞ്ഞിട്ട് എവിടെടി? അല്ലെങ്കിൽ നീയൊരു ഈ മുറി എന്തിനാ പൂട്ടിട്ടിരിക്കുന്നത്? ഓ നാറ്റം സഹിക്കാൻ വയ്യ. ഇതൊന്ന് തുറന്നു കുറച്ച് വെള്ളം ഒഴിച്ച് കഴുക. അല്ല എന്തിനാടി ഈ കുളിമുറിയിൽ ചാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനെങ്കിലും ആവട്ടെ, നിങ്ങളൊന്ന് പോയി തന്നാ മതി. അങ്ങനെ വരട്ടെ. എന്നാലും നിന്റെ ഒരു മനസ്സിലിരിപ്പേ. ഞാൻ അറിയാത്തതും കാണാത്തതും പലതും ഇവിടെ നടക്കുന്നുണ്ട്. പലതും നടക്കും. നിങ്ങൾക്കെന്താ? അയ്യോ എനിക്കൊന്നുമില്ല. പക്ഷേങ്കിലേ നീ രണ്ടു കൊച്ചുങ്ങളെ തള്ളയാണെന്ന് മനസ്സിലാക്കണം. അല്ല അവനൊരു പാവായതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. എന്തെങ്കിലും ആയിക്കോ, ഞാൻ പോവാ. മോഹൻ എവിടെ? ചോദിച്ചു കേട്ടില്ലേ? മോഹൻ എവിടെന്ന്? ആരാണ് മോഹൻ? ഇവിടെ അങ്ങനെ ആരുമില്ല.
നിങ്ങൾ ആരാണ്? എന്തിനു വന്നു? ആരാണ് മോഹൻ? നിങ്ങൾ എന്തെങ്കിലും പറയൂ. ഒന്ന് ഫോൺ ചെയ്തോട്ടെ. ചെയ്തോളൂ. ഹലോ STC, ഹോൾഡ് ഓൺ പ്ലീസ്. വേണു. ഹലോ, വേണു ഹിയർ. അതെ, സിന്ധു ആണ്. പിന്നെ കയ്യിലെ കൊടുത്ത് ഒന്ന് വേഗം വരൂ. ഹലോ ഹലോ. എന്താണ്? കുഞ്ഞു സുഖമില്ലെന്നോ? സീരിയസ് ആണെന്നോ? ഞാൻ ഉടനെ വരാം. ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഒരാളുടെ അടുക്കള വാങ്ങുന്ന മുട്ടി തുറന്നപ്പോ മോഹനെ ചോദിച്ചു. മോഹനെ ഇവിടെ തിരക്കാൻ എത്ര ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ല. ആരെന്ന് കരുതിയ തിരക്കും. ജുബയിൽ മുൻകീഴാണ് വേഷം. അയാൾ വന്നത് സൈക്കിളിലാണ്. സൈക്കിളിൽ എത്ര എഴുതിയിട്ടുണ്ട്. അതെ, 8ാം നമ്പർ സൈക്കിൾ ആരെ കൊണ്ടുവരിക? അതെ, നമ്മളെ മമ്മൂട്ടിക്ക. ജുബായിട്ട് കയ്യിൽ. അതെ അതെ, അങ്ങയുടെ പറയായത്. ആളിപ്പോ വീട്ടിലുണ്ട്. ഏതാ വീട്? ഇതാ കാണുന്ന. മമ്മൂട്ടിയുടെ വീടല്ലേ? അതെ. എന്ത് വേണം? ഒന്ന് കാണണം. ആരോ ഒരാള്. ഞമ്മക്കറിയില്ല. വരാൻ പറ. മമ്മൂട്ടീന്റെ ഉമ്മയാണത്. അകത്തോട്ട് ചെല്ല. നിങ്ങളാരാ? ഞാൻ കുറെ അകലെന്നാണ്. മമ്മൂട്ടി ഒന്ന് കാണണമായിരുന്നു. വിശേഷിച്ചൊന്നുമില്ല. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓനിവിടെ ഇല്ല. മരുന്ന് വാങ്ങാൻ പോയിരിക്കുക. ഇപ്പൊ വരും. നിങ്ങള് ഇവിടെ ഇരിക്കേ. ഞാൻ അല്പം ധൃതിയിലാണ്. വരട്ടെ. ഒന്ന് നിൽക്കണേ. മമ്മൂട്ടി എന്നല്ലേ പേര്? അതെ. ഞാൻ നിങ്ങളെ തിരക്ക് നടക്കുകയായിരുന്നു. എന്തിന്? നിങ്ങൾ എന്റെ വീട്ടിൽ വന്നത്? നിങ്ങളുടെ വീട്ടിലോ? ഞാൻ വന്നിട്ടില്ല. 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ സൈക്കിളിൽ വന്ന് ഒരു വീടിന്റെ അടുക്കളമായി തട്ടിയില്ലേ? അതെന്റെ വീടാണ്. നിങ്ങൾ എന്താ മോഹൻ അന്വേഷിച്ചത്? അവനെ കൊല്ലാൻ. എന്തിന്? അത് നിങ്ങൾ അറിയണ്ട. അറിയണം. നിങ്ങൾ കൊല്ലാൻ നടക്കുന്ന മോഹൻ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു. അവൻ ചത്തോ? ചത്തെങ്കിൽ നാടിന്റെ ആവശ്യം, എന്റെ ആവശ്യം. എന്റെ കൈകൊണ്ട് വേണമായിരുന്നു ആ ചെകുത്താനെ മയ്യത്താക്കാൻ. നിങ്ങളാണ് അവനെ കൊന്നത്. കഴിഞ്ഞ 1.5 ദിവസമായി ഞാനും എന്റെ ഭാര്യ അനുഭവിക്കുന്ന വേദന നിങ്ങൾക്കറിയാമോ? ആ ശവവും കാത്തിരുന്ന് ഞാൻ പൊറുതിമുട്ടി. അവനെ കൊല്ലാൻ എന്റെ വീടില്ലാതെ വേറെ സ്ഥലവും കിട്ടിയില്ലേ? അവനെ കൊന്നത് ഞാൻ തന്നെ ആയിരുന്നെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എല്ലാം ഞാൻ പറയാം. ഞാൻ ഒരു പാവപ്പെട്ടവനാണ്. മയ്യത്ത് കാത്തു കിടക്കണ എന്റെ ഉമ്മ, നിക്കാഹ് കാത്തു കഴിഞ്ഞ എന്റെ പെങ്ങള്, എന്റെ സ്വത്ത് ഒരു സൈക്കിൾ ഷോപ്പ് മാത്രമാണ്. ഉമ്മ, നസീമ ഉറങ്ങിയ? ആ വിളിക്കേ, അവൾക്ക് ബിസ്ക്കറ്റ്. ഇപ്പൊ വിളിക്കണ്ട, ഓൾ ഉറങ്ങട്ടെ. ഒന്നും പറയണ്ട, എന്റെ പെങ്ങൾക്ക് ഇത് പതിവാ. ആനക്ക് ഇപ്പോഴും ഓള് കുഞ്ഞ.
ഓളെ കെട്ടിച്ചു വിടാൻ പ്രായമായി. എന്റെ പെങ്ങള് എത്ര വലുതായാലും അവൾ എന്നെ എനിക്ക് കുഞ്ഞാ. ഉമ്മ ചോറെടുക്ക്. ബിസ്ക്കറ്റ് ഉമ്മാക്കോട് ഇച്ചിരി കൂടെ. ആദ്യം ഇക്കാക്ക്. എനിക്ക് വേണ്ട. നസീമ, നസീമ, ഈ കഴിക്ക്. ഓള് വയറ് നിറച്ച് കഴിച്ചാ കിടന്നേ. എനിക്കും വേണം ചോറ്. ആ. വേണ്ടാത്തൊരു ശീലമൊക്കെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നാ പെണ്ണാണെങ്കി ഒരു ബീറ്റ്റൂട്ട് എന്നാലുണ്ടല്ലോ. എന്റെ ഒരു പിടി ചോറ് ഇവളൊന്നും കണ്ടാലേ എനിക്ക് ഉറക്കം വരും. അത് തിന്നാലേ ഓള് ഉറങ്ങും. കെട്ടിച്ചു വിടുമ്പോ കാണാലോ. കെട്ടിച്ചു വിട്ടാലും ഞാൻ ഓടിങ്ങി വരും. അന്നിക്ക ഈ ഇങ്ങനെ ഇരുട്ടി വെളുപ്പില്ലാണ്ട് വേല ചെയ്താല് ശരീരം ആര് നോക്കാനാ? എന്റെ ഉമ്മ ആണെങ്കിൽ കിടപ്പില്ല. അതെ, വേല ചെയ്യാണ്ടിരുന്നാലാ സൂക്കട ഉണ്ടാവുക. എനിക്ക് ഇച്ചിരി പ്രാരാബ്ദമൊക്കെ ഉണ്ടേ. അതൊക്കെ അങ്ങോട്ട് കഴിച്ചു പറ്റി. നീ എന്താ കാലത്തെ ചുമ്മാ വേലയൊന്നും ചെയ്യാണ്ട് ചുറ്റിയാണെന്നോ? കാശുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. എന്തായാലും വേണ്ടില്ല. ഒരു വേലയുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അല്ലേ? അതെ, വേല ഒരു അന്തസ്സാ. വേലയുണ്ടെങ്കിലേ നസീമാനെ അനക്കിവൻ കെട്ടിച്ചു തരും. ഞാൻ അവന്റെ ബാപ്പാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട തുണിയാ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട. ഉമ്മക്കൊന്നും വേണ്ട. ഈ കാശ് ഇങ്ങനെ കളയാണ്ട് പെണ്ണിനെ കെട്ടിച്ചു വിടാൻ നോക്ക്. ഉമ്മ വിഷമിക്കാതെ അവളുടെ നിക്കാഹ് വരട്ട്. അന്ന് ഈ നാട്ടില് പെരുന്നാളാ. അതിനു വേണ്ടിയാ ഞാൻ വേലെടുക്കണം. മുറ്റം നിറഞ്ഞ പന്തല്, നിറയെ നാട്ടുകാർ, കയ്യിലും കഴുത്തിലും പൊന്നണിഞ്ഞ് കസവ് തട്ടം കൊണ്ട് മുഖം മറച്ച് അവരുടെ നടുവിലിരിക്കുന്ന എന്റെ പെങ്ങള്. പൊന്മുത്ത് കണ്ണിൽ ഉതിരുന്നു നീർമുത്ത് കരളെ നിന്നുടെ നിക്കാഹിന് നേരുന്നു നന്മതൻ പൂമുത്ത്. നേരുന്നു നന്മതൻ പൂമുത്ത്. കൽബിൽ നിറയുന്നു പൊന്മുത്ത് കണ്ണിൽ ഉതിരുന്നു നീർമുത്ത് കരളെ നിന്നുടെ നിക്കാഹിന് നേരുന്നു നന്മതൻ പൂമുത്ത്. നേരുന്നു നന്മതൻ പൂമുത്ത്. പണി
പറയുമോളെ. എന്തായാലും മോളെ. നസീമ, എന്ത് പറ്റി മോളെ? ഇക്കാനോട് പറ. എന്താണെന്ന് പറയേ. ഒരു ദിവസം ഞാൻ ബഷീറിന്റെ വീട്ടിൽ പോയിരുന്നു. അന്ന് നിക്കാഹ് നടത്തുന്ന കാര്യത്തില് നമുക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷേല് നമ്മൾ പറഞ്ഞ പണം വേണം. ഞാൻ പണം ഉണ്ടാക്കി തരാം, പക്ഷേ അതിനിച്ചിരി താമസം വരുമെന്ന് മാത്രം. പിന്നെ മതി നിക്കാഹ്. പെണ്ണിന് പെരുത്ത വയസ്സൊന്നും ആയില്ലല്ലോ. അത് പിന്നേക്ക് വെക്കാൻ പറ്റാത്ത നിലയിലാണ്. നീ എന്താണ് പറയണേ? അവൻ ചതിച്ചെന്ന് വെച്ച് നമ്മൾ അവനെ കൊല്ലണം. നീ ഒരു കാര്യം ചെയ്യും. ഇമ്മണി വിഷം വാങ്ങി ഉമ്മാക്ക് താ. ഇത് കാണാണ്ട് മയ്യത്തെടുക്കട്ടെ. ഞാൻ അവളെ കുറെ ലാളിച്ച്. ഉമ്മാക്ക് ഒരു വലിയ തോന്നലുണ്ട്. ഉമ്മക്ക് കുഞ്ഞ് വേണ്ട. ദൈവം സഹായിച്ചെല്ലാം ഭംഗിയായി കഴിഞ്ഞു. ഇത്രയും കഴിഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയിക്കേ. എടോ കാക്ക, എന്താ പെങ്ങളുടെ പ്രശ്നമൊക്കെ പരിഹരിച്ചോ? വയറ്റാറ്റ് നാണിയെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് പ്രസവം എടുക്കാൻ, പെണ്ണിനെയും കൂട്ടി നാണിയുടെ വീട്ടിലേക്ക് ചെന്നാൽ നാണക്കേടാ. എനിക്കല്ല, നിങ്ങൾക്ക്. എന്റെ പെങ്ങള് പേടിക്കട്ടെ, ഇത് മറ്റാരും അറിയില്ല. പക്ഷേ ഇതിന് അല്പസ്വല്പം ചെലവുകളൊക്കെ ഉണ്ട്. മനസ്സിലായില്ലായിരിക്കും. ഈ സംഭവം മറ്റാരും അറിയാതിരിക്കണമെങ്കിൽ, അല്ല, ഞാൻ ജീവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് കരുതിക്കോ. ഞാൻ പാവപ്പെട്ടവനായിരുന്നിട്ടും അവന്റെ ഭീഷണിക്ക് വഴങ്ങി പണം കൊടുത്തുകൊണ്ടേയിരുന്നു. എന്റെ എല്ലാമായിരുന്ന പെങ്ങളുടെ ഭാവി നശിക്കരുന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ. എന്നിട്ടും ഒരു ദിവസം നിന്റെ കഴിഞ്ഞകാല ജാതകമെല്ലാം അറിയുന്നവനാ ഞാൻ. അല്ല, ഞാനിതാരോടും പറയില്ല. കാരണം എന്താണെന്നറിയാമോ? ഞാനും ചെറുപ്പമാണ്. എന്നെ കൂടി ഒന്ന് പരിഗണിച്ചാൽ മതി. പറയരുത്. ആ, നീ പേടിക്കണ്ട. ഒരിക്കൽ കൂടി ആ നാണിയുടെ വീട്ടിൽ പോകേണ്ട ആവശ്യം ഞാൻ ഉണ്ടാക്കില്ല. എന്താ പോരെ? അങ്ങനെ അങ്ങ് ഓടിയാ
പിടിച്ചു മോളെ. നമ്മൾ തമ്മിലുള്ള ഇടപാട് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ എനിക്ക് താല്പര്യമില്ല. ഇനി അതങ്ങ് മൊത്തമായി തീർക്കാം. കുറെ വൈകിട്ടാണെങ്കിലും ബുദ്ധി ഒന്ന് നന്നായി. ആട്ടെ, ഞാൻ എന്ത് വേണം? ഇവിടെ വെച്ച് അതിനുള്ള സൗകര്യമില്ല. അതിനെന്ത്? വരൂ. വരൂ. ഭയപ്പെടണ്ട. വൈകിട്ട് 5 മണിവരെ ഈ വീട് എന്റെ കസ്റ്റഡിയില്. അത് കഴിഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കണം. കാരണം ഇതിന്റെ ഉടമസ്ഥൻ വേറെയാ. ഉദ്യോഗമുള്ള ഭാര്യയും ഭർത്താവും ഓഫീസിൽ പോയി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലും പോയാൽ പിന്നെ ഈ വീട് കാലിയാ. അപ്പൊ ഞാൻ ഇവിടെ വരും. തോന്നിയാലൊന്ന് കുളിക്കും, ഉച്ചയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കും. പിന്നെ ഇതിനൊന്നും നേരെ വരാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് അടുക്കള വാതിൽ തുറന്നു വരുന്നത്. വിശ്വസിക്കാനാവുന്നില്ല അല്ലേ? ഇനി മറ്റു ചില വീടുകളുണ്ട്, അത് ഞാൻ തുറക്കണ്ട. അടുക്കള വാതിൽ എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കും. എന്താ സംഗതി പിടിയിട്ടില്ലേ? ഭർത്താവിന് മാത്രമേ ജോലി കാണൂ, കുട്ടികൾ സ്കൂളിലും. അല്ല, അത് മറ്റൊരു ബിസിനസ്. ഞാനീ ചെയ്യുന്ന തെറ്റാണെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാൻ ആശാനെ? BA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ട് 5 വർഷം കഴിഞ്ഞു. ഇതുവരെ ഒരു ജോലിയും കിട്ടിയില്ല. ശ്രമിക്കാഞ്ഞിട്ടല്ല, കൈക്കൂലി കൊടുക്കാൻ മനസ്സിലാഞ്ഞിട്ട്, ശുപാർശ ചെയ്യാൻ ആളില്ലാഞ്ഞിട്ട്. എന്നെ പെറ്റുവളർത്തി വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ച മാതാപിതാക്കൾ എന്നെ വെറുത്തു. എന്നെയും എന്റെ യോഗ്യതയും അംഗീകരിക്കാത്ത സമൂഹത്തെ ഞാനും വെറുത്തു. എനിക്ക് ജീവിക്കണമല്ലോ. അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ച തൊഴിലുകളാണ് ബ്ലാക്ക് മെയിലിംഗ്, ചീറ്റിംഗ്. എനിക്ക് പോണം. അപ്പോൾ പറഞ്ഞ കാര്യം നിന്റെ കണക്കല്ലേ? എടാ, ഒരിക്കൽ എന്റെ പെങ്ങൾ ചതിക്കപ്പെടുകയായിരുന്നു. ഇന്നവൾ നീ മൂലം നശിച്ചു. ഇപ്പൊ ഞാൻ പോണു. ഇനിയും നീ തൊഴിൽ ആവർത്തിച്ചെന്നറിഞ്ഞാ അന്ന് എന്റെ മയ്യത്തെടുക്കേണ്ടി വരും.
നസീമ, നസീമ, ഉമ്മ, ഉമ്മ, നസീമയുടെ ഓൾ അവിടെയുണ്ട്. നസീമ, കഴിഞ്ഞതൊക്കെ മറക്കുമോളെ. ഇനിയും അവൻ എന്നെ ഒരിക്കലും ഉപദ്രവിക്കില്ല. നമ്മള് പാവങ്ങളാണ്. പാവങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ എല്ലാം നഷ്ടപ്പെടണം. നമുക്ക് ഈ നാട് വിട്ട് എവിടെയെങ്കിലും പോകാം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഇക്കയോട് എന്തെങ്കിലും ഒന്ന് പറയുമോളെ. എന്റെ പെങ്ങളുടെ നിക്കാഹിന് വെച്ചിരുന്ന പണം അവളുടെ കബറടക്കത്തിന് ചെലവാക്കേണ്ടി വന്നു. എല്ലാം നഷ്ടപ്പെടുത്തിയ കാഫറിനെ തേടി ഞാൻ പലയിടത്ത് നടന്നു. ഏറ്റവും ഒടുവിൽ കണ്ടത് നിങ്ങളുടെ വീട്ടിൽ വെച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അവിടെ വന്നത്. അതവന്റെ സ്ഥിരം താവളമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. അടിക്കുമ്പോ അവൻ മരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. നിങ്ങളോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷെ കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി ഞങ്ങൾ അനുഭവിക്കുന്ന വേദന എനിക്കറിയാം. ഞാനാണ് തെറ്റിയത്. ഞാനായിട്ട് തന്നെ അതിന്റെ പരിഹാരവും കണ്ടോളാം. ഈ സംഭവം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും അറിയാമോ? എനിക്കും എന്റെ ഭാര്യയ്ക്ക് മാത്രമേ അറിയൂ. ഇനിയും അതവിടെ ഇരുന്നാൽ ലോകം മുഴുവൻ അറിയും. തിരിഞ്ഞ് നാറ്റം വന്നു തുടങ്ങി. എന്നെ രക്ഷിക്കൂ പ്ലീസ്. ഞാൻ വരാം. നിങ്ങൾ ധീരെ പോകും. അതിനു മുമ്പ് എനിക്ക് എന്റെ ഉമ്മയെ ഒന്ന് കാണണം. ഈ സമയത്ത് നിങ്ങൾ വന്നില്ലെങ്കിൽ വേറെ 4 ശവങ്ങൾ കൂടി നിങ്ങൾ കാണേണ്ടി വരും. ഞാനും എന്റെ കുടുംബവും ആത്മഹത്യ ചെയ്യും. ഞാനൊരു ഇസ്ലാമാണ്. വിശ്വസിച്ചവരെ ചതിക്കില്ല. ഇപ്പറ്റേത് പിടിച്ചു. എന്താ ഇത്ര വലിയ ഭാരം? അകത്തോട് പറയാം. കാലിപ്പെട്ടി കൊണ്ടുവന്നിട്ട് ഭാരത്തോടെ തിരിച്ചുവിടാൻ സംശയിക്കും. അതുകൊണ്ടാ ഒന്ന് പിടിച്ചേ. താക്കോല് അവസാനമായി എനിക്ക് അവന്റെ മുഖം ഒന്ന് കാണണം.
വന്നേ മാമൻ പട്ടാളത്തിൽ നിന്ന് വന്ന മോന്റെ പേരെന്താ? ബിജു. ഇവള് മിനി. ഹായ്, നല്ല പേര്. ഈ പെട്ടിയിൽ എന്താ മാമ? പെട്ടിയിൽ പിള്ളേരെ പിടിക്കുന്ന ആളാ. അമ്മ അച്ഛനും ഉള്ളപ്പോ പിടിക്കത്തില്ല. ഒന്ന് തുറക്കും മാമ. വേണ്ട, നിങ്ങളെ പിന്നെ കാണിച്ചു തരാം. ഒന്ന് പിടിച്ചേ. ഇതാരാ? വലിയ ഭാരമാണെങ്കിൽ അമ്പലക്കുട്ടിന്റെ തലയിലോട്ട് വെച്ചോട്ടെ. ഞാൻ പിടിച്ചോളാം. വേണ്ട, മാറിയിക്കേ. ഇതാരാടാ? പട്ടാളത്തിൽ നിന്ന് വന്ന അതീ പെട്ടി കണ്ടപ്പോഴേ മനസ്സിലായി. എന്നിട്ടാണോ നീ നോക്കി നിൽക്കുന്നത്? ഒന്ന് പിടിച്ചു കൊടുറാ. ഒരു കാര്യം നേരാമണ്ണം ചെയ്യാൻ അറിയില്ല. പോടാ വീട്ടില്. ഞാൻ വരട്ടെ മക്കളെ. എടാ ഞാനും വരുന്നതാ. ഒരുപക്ഷെ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ മയ്യത്ത് കാത്തു കിടക്കുകയാണ് എന്റെ ഉമ്മ. ഉമ്മയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. മമ്മൂട്ടിക്ക് ഒരാപത്തും വരില്ല. ശരി, ഞാൻ പോണു. മമ്മൂട്ടി, വേണ്ട, ഇതെന്റെ കടമയാണ്. ചെലവിനുള്ള കാശ് എന്റെ കയ്യിലുണ്ട്. ഇതെന്റെ കാശല്ല, മോഹന്റെ ചെലവിന് വേണ്ടി അവന്റെ അമ്മ തന്നതാണ്. പാവ അമ്മ. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഉപകരിച്ചേക്കാം. കുറച്ച് തുണിത്തരങ്ങളാണ്. തുണിത്തരങ്ങൾ ഏതൊക്കെ? തുണിത്തരങ്ങൾക്ക് ഇത്രയും ഭാരോ? അതെ സാർ, തുണിത്തരങ്ങളാണ്. തുറക്കട പറ്റി. ഈയിടെ കുറെ കള്ളക്കടത്ത് സാധനങ്ങൾ ഈ വഴി പോകുന്നുണ്ട്. തുറക്കട പറ്റി. സാർ, പെറ്റ് തുറക്കാൻ. സാർ, സാധനം എന്തായാലും സൂക്ഷിച്ചു കൊണ്ടുപോകണം.